ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ട് ഉള്ളൊരു റൈസിന്റെ റെസിപ്പിയാണ്. വ്യത്യസ്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ കാബലി റൈസ് ആണ് ഇതിന്റെ പേര്. ഞാൻ അന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നീനും നമ്മളെ 100th വീഡിയോയിലെ ജദർ ഷർക്കിയെന്ന് അവിടെ നമ്മൾ കഴിച്ചിട്ടുള്ള അവര് പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് മട്ടനിലും ചെയ്യാം, അത് നല്ല ടേസ്റ്റ് ആണ്. ഞാനിപ്പം ചിക്കനിലാണ് ചെയ്തത്. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നല്ല ഈസി ആട്ടോ ചെയ്യാൻ. നമുക്ക് എപ്പോഴും ഇപ്പൊ മന്തി, കപ്സ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എന്തായാലും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റിയത് അടിപൊളി ഒരു റൈസിന്റെ റെസിപ്പിയാണ്. അപ്പം പെട്ടെന്ന് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. അതാ നമ്മുടെ ചിക്കൻ കാബിലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ നമ്മൾ ബിരിയാണി പോട്ടൊക്കെ അല്ലേ അതുപോലത്തെ ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂണ് ഓയിലും 1 ടേബിൾ സ്പൂണ് നമ്മളെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഫുള്ള് നെയ്യ് വേണമെങ്കിൽ എടുക്കാം, ഓയിൽ മാത്രം വേണമെങ്കിൽ എടുക്കാം. ഇനി അതല്ല ഒലീവ് ഓയിൽ വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഇതൊന്ന് ചൂടാവട്ടെ. ഇനി ഇതാ ഞാൻ കുറച്ച് സ്പൈസസ് ഒക്കെ എടുത്തേക്ക്. കുറച്ച് പട്ടുണ്ട്, ചെറിയ 2-3 കഷ്ണം, ഒരു 10 മണി കുരുമുളക്, അതേപോലെ 3 ക്ലോവ് ഉണ്ട്, ഒരു 3-4 ഏലക്ക ഉണ്ട്. ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഓയിലിലേക്ക് ചൂടാകുന്ന സമയത്ത്. ഇനി ഇതാ ഞാനൊരു 2.5 സവാളാണ്, വലിയ 2.5 സവാള എടുത്ത് മീഡിയം സൈസ്, ഇത്രയും മതിയോ. ഞാൻ നമ്മൾ ബിരിയാണിക്കൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഈ ഓയിലിട്ട് നല്ലൊരു ഗോൾഡൻ കളർ നമ്മൾ ഫ്രൈ ചെയ്ത ഒനിയൻ അതുപോലെ ഏകദേശം അതുപോലെ തന്നെ ആണ്. ലാസ്റ്റ് ഈ ഒനിയൻ നമ്മൾ കാണാൻ പാടില്ല ഗ്രേവിയിൽ. ഓക്കെ, ഞാൻ ഇതിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കട്ടെ. ഒത്തിരി ഉപ്പ് ഇട്ടിട്ട് ഇതാ നമ്മുടെ ഉള്ളി ഉണ്ടോ നന്നായിട്ട് വാടി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു 3 അല്ലി വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാണ് ഇത് ചേർത്ത് കൊടുക്കണ്ടേ. ഇതാ ഞാൻ ഈ ഉള്ളിയിലേക്കും വെളുത്തുള്ളിയിലേക്കും ഒരു ചിക്കന്, 1 കിലോ ഉള്ള ഒരു ചിക്കൻ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്ത്, ഇത് സ്കിന്നോട് കൂടിയിട്ടാണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് സ്കിന്നില്ലാതെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഇനിതാ ഇതിന്റെ കൂടെയൊക്കെ ഞാൻ 1 ടേബിൾ സ്പൂണോളം നാരങ്ങന്റെ തൊലി ചുരണ്ടി വെച്ചതാണ്. നമ്മള് ഓറഞ്ച് സിസ്റ്റ് ഇല്ലേ അതാണ് ഇട്ട് കൊടുക്കട്ടെ. അപ്പൊ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഈ ഒരു ഡിഷിന്റെ പ്രത്യേകത തന്നെ അതാ. നമ്മൾ ഓറഞ്ച് ജ്യൂസിലും ഓറഞ്ചിന്റെ ഈ ഒരു തൊലിയിലൊക്കെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഈ ചിക്കൻ ഒന്ന് ഇതിലേക്ക് ഇടുന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. ഇനിതാ ഇതിൻ്റെ നമ്മളെ ചിക്കനൊക്കെ അല്ലേ നന്നായിട്ട് ഒന്നൊന്ന് ഞാൻ ഈ ഉള്ളിയിലിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇതാ ഒരു വലിയ 2 പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്താണ്. അത്യാവശ്യം എളുപ്പമുള്ള പീസായിട്ട് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക്, ഇത് 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, വേറെ എരിവൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചത് കേട്ടോ. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് നമ്മുടെ അറബിക് സ്പൈസ് മസാല, നമ്മൾ അറബിക് മസാല അല്ലേ ഒന്ന് ചേർത്ത് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് ഈ ചിക്കനിലേക്ക് ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ഒന്ന് പിടിക്കാം കേട്ടോ. നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കില്ലേ ഇതാ നന്നായി വഴന്നൊക്കെ വന്നിട്ട് മസാലയിലൊക്കെ ചേർന്നിട്ട് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ആണ് ടൊമാറ്റോ പേസ്റ്റ്, തക്കാളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനിതാ ഞാൻ ഈ റൈസിൻ്റെ പ്രത്യേകത, ഈ ഗ്രേവിക്ക് ഞാൻ 1/2 കപ്പ് നമ്മളെ ഓറഞ്ച് ജ്യൂസാണ്, ഓറഞ്ച് അരച്ചെടുത്തതാണ്, അത് ഒഴിച്ചു കൊടുക്കട്ടെ. അതേപോലെ തക്കാളിൻ്റെ പ്യൂരിയാണ്. ഇത് നമുക്ക് തൊലി കളഞ്ഞ് അല്ലെ തൊലിയോടായാലും കുഴപ്പമില്ല, മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതിയേ. പ്യൂരി അത് 1 കപ്പ് ഉണ്ട്, അതും ഇതിൽ ചേർത്ത് കൊടുക്കട്ടെ. ഇതാ നമ്മളിതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് ചുടുവെള്ളം, ഒരു 1/2 കപ്പ് ചുടുവെള്ളം ഉണ്ട്, അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ചുടുവെള്ളം ഒഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് ഒരു കല്ലിച്ചോണായി പോകും, വേവാണ്ടായി പോകും. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവും. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തീരെ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, ആദ്യം ആ ഉള്ളിൻ്റെ കൂടെ ഉപ്പിട്ടാലേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കാം. ആ സമയത്ത് നമുക്ക് ചോറും വെക്കാം. ഓക്കെ, കുറച്ച് ഉപ്പിട്ടിട്ട് അടച്ചു വെക്കട്ടെ.
ഇപ്പൊ നിങ്ങൾക്കില്ലേ എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി കുരുമുളകോ അല്ലെങ്കിൽ ഇത്തിരി മുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചേർക്കട്ടോ എരിവിന് വേണ്ടിയിട്ട്. നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പോട്ട് വെച്ചിട്ട് അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായും ഇട്ട് കൊടുക്കുകയാണേ. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള ഞാൻ ഇതങ്ങനെ ചതുരമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചതുരത്തിൽ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഈ ഓയിലിൽ വഴറ്റിയെടുക്കട്ടെ കേട്ടോ. ഇനി ഞാനിതാ ഇതിലേക്ക് ഒരു 3 കപ്പ് ബസ്മതി അരിയാണ്. 3 കപ്പ് ബസ്മതി അരി നല്ലോണം കഴുകി കുതിർത്തിയെടുത്ത് ഒരു 3/4 മണിക്കൂറോളം കുതിർത്തിയതിനു ശേഷം ഞാൻ ഊറ്റിയിട്ട് വെച്ചതാണ്. ഇതൊന്ന് ഈ ഉള്ളിൻ്റെയും കാപ്സിക്കത്തിൻ്റെയും കൂട്ടത്തിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. 3 കപ്പാണേ. ഇതാ നമ്മൾ അരിയൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതാ വേറിട്ട് വന്നില്ലേ, കണ്ടോ? ഇതുപോലെ കിട്ടണേ. അരിമ തൊടാതെ വിട്ട് വരണം. ഇനി ഞാൻ ഇതിലേക്ക് 4.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. സാധാ നമ്മൾ ചോറൊക്കെ വേവിക്കും പോലെ. ഇതാ നമ്മളെ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായി വെന്തുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തീനെ ചിക്കന്. അപ്പോൾ ഇതാ നന്നായി വറ്റി നല്ലൊരു തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ചോറപ്പുറത്ത് വെന്തുണ്ട് കേട്ടോ. ഇത് ഞാൻ തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂണ് നമ്മുടെ പുളിയില്ലാത്ത തൈരാണ് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം അതിൻ്റെ എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഓറഞ്ച് ജ്യൂസൊക്കെ ചേർത്താണല്ലോ. ഓക്കെ, എരിവ് ഞാൻ പറഞ്ഞല്ലോ, എരിവ് വേണമെങ്കിൽ ചേർക്കട്ടോ. മുളക് പൊടി കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയോ അല്ലെങ്കിൽ നമ്മളെ വറ്റൽമുളക് ചതച്ചതോ അല്ലെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കേ. ഇനി ഇതിന്റെ മേലേക്ക് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുകയാണേ. ഈ ചോറ് ഇപ്പം നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലല്ലേ വേവിച്ച്. ഇതിപ്പോൾ മട്ടനിലൊക്കെ ആണെങ്കിൽ മട്ടൻ ഒന്ന് ആദ്യം വേവിച്ചിട്ട് ആ വെള്ളത്തിൽ മട്ടന്റെ സ്റ്റോക്കിൽ ചോറ് വേവിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മട്ടൻ വെച്ചിട്ട് ചെയ്യുകയും ചെയ്യുക, എല്ലാം വെച്ചിട്ട് ചെയ്യുക. ചിക്കൻ ആണെങ്കിലും ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ ചോറ് വെച്ചാലും മതി. ഞാൻ അല്ലാതാണേ ചെയ്തത്. കംപ്ലീറ്റ് ചോറ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇനിതാ കുറച്ച് റോസ് വാട്ടറാണ് മേലത്തിരി ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ, 1/2 ടീസ്പൂണ്. എന്നിട്ട് ആവി പുറത്തു പോവാതെ ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ദമ്മിട്ടെടുക്കാം. ഓക്കെ, 15 മിനിറ്റ് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കാവേ. പിന്നെ ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് അപ്പതാ നമ്മുടെ ചിക്കൻ കബീലി ഇവിടെ റെഡിയാണ്. ഞാനിത് 1/2 മണിക്കൂറോളം കഴിഞ്ഞു കേട്ടോ. ഞാൻ തുറന്ന് ഇതാ. ഇനി നമുക്കിതൊരു സൈഡിൽ നിന്ന് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മിക്സ് ഒന്നും ചെയ്യണ്ട. മിക്സ് ചെയ്യാനോ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇത് സാധാ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു സൈഡിൽ നിന്ന് ഒരു ഒന്നിച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക ചെയ്യാം. ഓക്കെ, എന്താ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ചിക്കൻ ഉണ്ട്, ചോറുണ്ട്, ഇതാ ഒരു പീസ് ചിക്കനും അതിൻ്റെ ഗ്രേവി ഒത്തിരി എടുത്തിട്ടുണ്ട്. എന്താ കണ്ട, ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചോറ് കൂടാം. ഇങ്ങനെയാണിത് ശരിക്കും സേവ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അല്ലേ നിങ്ങൾക്ക് കംപ്ലീറ്റ് മിക്സ് ചെയ്താൽ എന്താണെന്നറിയോ, ഈ ഉരുളക്കിഴങ്ങൊക്കെ അല്ലേ ഒക്കെ അങ്ങ് ഉടഞ്ഞു പോകും. കണ്ടില്ലേ, ഈ ഒരു രൂപത്തിൽ നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റും ആയിരിക്കും ഇതിന്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്